ഇതിൻ്റെ ഭാരവാഹികളോടും ഇതിനെ സാക്ഷ്യം വഹിച്ച് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. Hello sir, thank you very much. Congratulations. Hello, ഇനി ഒരു അവാർഡ് ആത്മ ഈ വർഷം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഐക്കൺ ഓഫ് ദ ഡിക്കേഡ് അവാർഡ് ആത്മയുമായി എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ആത്മയുടെ സഹയാത്രികർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അവാർഡാണ്. ഈ അവാർഡ് ആത്മ നൽകുന്നത് നമ്മുടെ ആത്മയുടെ മുൻ പ്രസിഡന്റ് അകാലത്തിൽ നമ്മൾ വിട്ടുപോയ ശ്രീ കെ രാജേഷിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിലാണ്. ഈ വർഷം ആദ്യത്തേത് തന്നെ നമ്മൾ നൽകുന്നത് അനൗൺസ് ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു വെൽവിഷർ, ഒരു മെൻറ്റർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഹൈദരാബാദിലെ മലയാളി ഡയസ്പോറയിൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീ CG ചന്ദ്രമോഹൻ ആത്മയുടെ ചെയർമാനാണ്. മറ്റ് പല സംഘടനകളുടെയും അമരക്കാരനാണ്, ഞങ്ങളുടെ ഉപദേശിയാണ്. അദ്ദേഹത്തിന് ഇത് അവാർഡ് നൽകുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലഘു ജീവചരിത്രം വായിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാലും പറയാം. 55 വർഷമായി, 55 years പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അതൊരു വലിയ കാലയളവാണ് ഒരു പത്രപ്രവർത്തന രംഗത്ത് 55 വർഷം സജീവമായി നിലനിൽക്കുക. അദ്ദേഹം ഇപ്പോഴും മാതൃഭൂമിയുടെ ഹൈദരാബാദ് ലേഖകനാണ്. അതുകൂടാതെ ഇംഗ്ലീഷ്, മറ്റ് ഭാഷകൾ എല്ലാത്തിനും തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിനൊരു ലഘു പ്രൊഫൈൽ ഞാനിവിടെ വായിക്കാം. മിസ്റ്റർ CG ചന്ദ്രമോഹൻ, name synonymous in the Malayali diaspora of Twin Cities, a working journalist in Malayalam, English since last 55 years. He is the special commendation. He got the special commendation from Honorable President of India and Chief Minister of AP, and was the PR of 4 Chief Ministers of AP. Organization in Hyderabad, and he is the leader in organization of Hyderabad and presently the chairman of ATMA. He has reported many important events and author in many reviews, articles and editorials. He was the chief editor of Gramin Bharat, a publication of Government of India. ATMA is proudly associated with him and bestow icon of the award to Mr. CG Chandramohan. Thank you, sir. Congratulations. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർനിമേഷമായ ഒരു നിമിഷമാണിത്. കാരണം 1964 ജൂൺ 1 ഞാൻ സെക്കന്ദരാബാദ് കാലുകുത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ജനിച്ചു കാണില്ല. കാരണം 61 വർഷത്തെ നീണ്ട ജീവിതമാണ് ഈ ഹൈദരാബാദിൻ്റെ മണ്ണിൽ എനിക്കുള്ളത്. ഹൈദരാബാദിലെ മലയാളികളുമായും മലയാളി സംഘടനകളുമായും
ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തി. അങ്ങനെ ഈ 6 ദശകങ്ങൾ പിന്നിട്ട് 55 വർഷം ഒരു പത്രപ്രവർത്തകനായി. അത് ഇംഗ്ലീഷ്, മലയാളത്തിൽ പല പത്രങ്ങളിലും TV-കളിലും ഒക്കെ പത്രപ്രവർത്തകനായും ബ്യൂറോ ചീഫായും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മുഖ്യമന്ത്രിമാരുടെ PRO ആയിരുന്നു. എന്നാൽ അതിലൊക്കെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആത്മയെ പോലുള്ള അതുപോലെ ഇതുപോലുള്ള മലയാളി സംഘടനകളിൽ പ്രവർത്തിക്കുക, മലയാളികൾക്കും അതുപോലെ സാധാരണക്കാർക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഞാൻ എപ്പോഴും പത്രപ്രവർത്തന രംഗത്ത് സജീവമാണ്. ഞാൻ ഇവിടുത്തെ മാതൃഭൂമിയുടെ ആന്ധ്ര തെലങ്കാനയെ പ്രതിനിധീകരിക്കുന്ന സീനിയർ കറസ്പോണ്ടൻ്റാണ്. അതുകൂടാതെ തന്നെ ഞാൻ പല പത്രമാസികകളിലും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഈ പ്രൊഫഷനോടുള്ള ഒരു പാഷനാണ് എന്നെ ഇപ്പോഴും നിലനിർത്തുന്നത്. ഏതായാലും ആത്മ എന്ന സംഘടന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഘടന. ഞാനിതിൻ്റെ തുടക്കം മുതലുണ്ട്. ഇപ്പോഴും ചെയർമാനാണ്, എപ്പോഴും ചെയർമാനായിരുന്നു. ഏതായാലും ഇതിലെ എല്ലാ സഹപ്രവർത്തകരും, എൻ്റെ സഹപ്രവർത്തകരെല്ലാം, അവരെനിക്കെല്ലാം സഹപ്രവർത്തകരെക്കാളും കൂടുതൽ അനുജന്മാരാണ്, സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ഞാൻ അവരുമായി എപ്പോഴും ഇടപെടുകയും എപ്പോഴും സമ്പർക്കം പുലർത്തുകയും അവരുമായി എപ്പോഴും എല്ലാ ആഘോഷ ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. എനിക്ക് ഈ ഐക്കൺ ഓഫ് ദി ഡീക്കേഡ് എന്ന് പറഞ്ഞ ഈ അവാർഡ് നൽകുന്നത് അതിന് മുന്നിട്ടിറങ്ങിയത് ശ്രീ സുധീഷ് കുമാർ, എൻ്റെ സുഹൃത്തും എൻ്റെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തു കൂടിയായ PS സുധീഷ് കുമാറാണ്. അദ്ദേഹത്തിനും എൻ്റെ സെക്രട്ടറി ശ്രീ അജയകുമാറിനും അതുപോലെ ആത്മയിലെ ഓരോ സഹപ്രവർത്തകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമ്മൾ നേരിട്ട് തന്നെ ഇനി തുടർച്ചയായ കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. അടുത്തതായി ആത്മ വുമൻസ് വിംഗ് അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയാണ്. അന്ന് ഭാരവാഹികളോട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പാണ്ടിമേളം ഈ നിങ്ങളെല്ലാം ഇരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ് പാണ്ടിമേളം നടത്തുവാൻ. ഏകദേശം 1.25-2 മണിക്കൂർ വിശദമായിട്ടുള്ള പാണ്ടിമേളം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമയമുണ്ട്. ഒന്നുകൊണ്ടും ഈ തിരുവാതിരകളി കഴിഞ്ഞ് ആത്മയുടെ വളണ്ടിയർമാർ ഈ പാണ്ടിമേളക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും.